അപ്പൊ അത്രേ ഉള്ളൂ. എടി ഫാൻ ഓഫ് ആക്കടി. ഹലോ, ഈ മുട്ടച്ചിനെ കണ്ട? ഇന്നലെ മുട്ട അടിച്ചതാണ് കണ്ടാ. എങ്ങനെയുണ്ട് മുട്ടക്കുട്ടി? എങ്ങനെയുണ്ട്? മുട്ടയാണോ? ഇന്ന് ഞായറാഴ്ചയാണ്. ഇത് കണ്ടോ ഞങ്ങളുടെ ക്രിസ്മസ് ക്രിബ്. എങ്ങനെയുണ്ടടി വാച്ചി? ഈശോ എവിടെ? ഈശോ എവിടെ ആണോ? ഞങ്ങള് ക്രിസ്മസ് ക്രിബ് എന്ന് പറഞ്ഞിട്ട് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല. ഓൾറെഡി നമ്മളിത് ചങ്ങനാശ്ശേരിന്ന് വാങ്ങിച്ച ഒരു എന്താണ് പുൽക്കൂടിന്റെ ഇതാണ്, മുള കൊണ്ട് ചെയ്താണേ. അപ്പൊ അത് കുറെ നാളായി വാങ്ങിച്ചിട്ട്. അപ്പൊ അത് ജസ്റ്റ് എടുത്ത് വെക്കുക, നമ്മുടെ രൂപമെല്ലാം എടുത്ത് വെക്കുക, അത്രേ ഉള്ളൂ. കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ക്രിസ്മസ് ക്രിബ് ഒരുക്കുന്ന കാണിക്കണമെന്ന്. പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കാത്ത കേട്ടോ. അതുമല്ല, ഞാൻ ഇന്നലെ പുറത്തു പോയ സമയത്ത് ബിജുവൻ ഇതങ്ങ് സെറ്റ് ചെയ്താ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഇനി ട്രീ വെക്കണം. ട്രീ വെക്കുന്നത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. ഇതെന്നാന്നറിയാവോ, ഇത് എടുത്തു കഴിഞ്ഞാൽ അപ്പം തുമ്മലും ജലദോഷവും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഏരിയയിലൂടെ അടുക്കാറില്ല ഞാന്. പിള്ളേരെയും അങ്ങനെ അടുപ്പിക്കാറില്ല. ബിജു ഒറ്റയ്ക്ക് ചെയ്യുന്നത്. പിന്നെ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കും, അത്രേ ഉള്ളൂ. ഒരു ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇനി മറ്റേ പാട്ട് പാടിക്കും. എന്ത് പാട്ടാ? മതി. പിന്നെ എന്തുണ്ട് വേറെ വിശേഷം? ഇനി നിങ്ങളെ ഒരു കാര്യം കൂടെ കാണിക്കും. ഇന്നിപ്പോ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് നടുവെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം? പുറത്തുനിന്ന് ഫുഡ് മേടിക്കണോ അതോ ഇനി വല്ല കഞ്ഞി വല്ലതും ഉണ്ടാക്കണോ എന്നുള്ള ആലോചനയിൽ ഞാൻ ഇരിക്കുകയാണ്. ഇനി ഒരു സാധനം കൂടെ കാണിച്ചു തരാവേ. വീട് മൊത്തം അലങ്കോലായി കിടക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറച്ചധികം പണികളൊക്കെ ഉണ്ട്. അപ്പം ക്രിസ്മസിൻ്റെതായ ഒരുക്കങ്ങളൊന്നും ഇല്ല. ക്രിസ്മസിൻ്റെതായ ഡ്രസ്സുകളൊന്നും ഇവർക്കൊന്നും തയ്ച്ചിട്ടൊന്നുമില്ല. ഇത് ഞാൻ കുറേ നാൾക്ക് ശേഷം ചെയ്ത ബാപ്റ്റിസം സെറ്റാണ്. ബാപ്റ്റിസം സെറ്റല്ല, ബാപ്റ്റിസം ബാസ്ക്കറ്റാണ്. കണ്ടോ, ഇത് വൈറ്റ് ടിയാര തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഇത് റിക്വയർമെൻ്റ് ആണ്. പിന്നെ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ. പിന്നെ നമ്മുടെ മെഴുകുതിരി. പിന്നെ ഇത് ബ്ലൂ ആൻഡ് വൈറ്റ് കളറിൽ ഈ ഫ്ലവേഴ്സ് മൊത്തം ഞാൻ കുത്തിയിരുന്ന് ചെയ്തതാണ്. ഇത് സാറ്റിൻ റിബൺ ഉണ്ടല്ലോ, 1/4 ഇഞ്ച് വരുന്ന സാറ്റിൻ റിബൺ കൊണ്ട് ചെയ്ത ഫ്ലവേഴ്സാണ്. ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് മെനക്കെട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് അല്ലല്ലോ, ഇതാണ് നമ്മുടെ എന്താണ് ബാപ്റ്റിസം ബാസ്ക്കറ്റ് കേട്ടോ. അപ്പോൾ ഈ ബാപ്റ്റിസം ബാസ്ക്കറ്റ് മാത്രമായിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. പിന്നെ ഇത് എന്താണ്, ഈ ബാപ്റ്റിസം കുട്ടിയുടെ കൂടെ തന്നെ നിൽക്കുന്ന 2 ഫ്ലവർ ഗേൾസ് എന്നൊക്കെ പറയുന്ന പോലെ, ഫ്ലവർ ഗേൾസ് ആണോ ഫ്ലവർ ബോയ്സ് ആണോ എന്നറിയത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത നല്ല രസമുള്ള 2 ടിയാര ആണ്. ഇങ്ങനെ തല വയ്ക്കാനും പാകത്തിന്. ഇത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ എനിക്ക്. ഈ പൂ ഉണ്ടാക്കൽ മാത്രമേ ഇച്ചിരി മെനക്കേടുള്ളൂ. പക്ഷെ ഇത് സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആനിമ എങ്ങോട്ട് പോവാ? ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കൊള്ളാമെന്ന് പറഞ്ഞല്ലേ എൻ്റെ ബാപ്റ്റിസം സെറ്റ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി ക്യാമറ എടുക്കാൻ, നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കുക എന്നുള്ളത്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നായിരിക്കും, ചിലപ്പോൾ നാളെ ആയിരിക്കും, അതിലൊരു ഉറപ്പില്ല എന്നമ്മേ. അപ്പം ഞാൻ പറയാൻ വന്നത്, ഒത്തിരി എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഒത്തിരി റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ക്രിസ്മസിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ക്രിസ്മസിനൊരു ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോ ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ചിലർ ക്രിസ്മസിൻ്റെ ക്രാഫ്റ്റ്സ് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ ഉദ്ദേശിച്ച് വെച്ചിരുന്നതാണ്. കുറച്ച് ബോട്ടിലൊക്കെ കഴുകി ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നടന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കുറച്ച് ഓർഡേഴ്സ് വന്നു. ഞാൻ ഓപ്പൺ ഫോർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബൊട്ടിക് റീസ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ ഓപ്പൺ ഫോർ ഓർഡേഴ്സിന് ഇട്ട് ഒരു 3-4 ദിവസത്തെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ ഫോൺ എടുത്തോണ്ട് പോയി അവള്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് വരിക ചെയ്തത്. അപ്പം എനിക്ക് പിന്നെ അതിലേക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടി വന്നു. അപ്പം ഞാൻ ഒരാഴ്ചത്തേക്ക് കണ്ടിന്യൂസ് നമ്മൾ ഡിസംബർ മാസം തുടങ്ങിയിട്ട് ഒരാഴ്ചത്തേക്ക് അടുപ്പിച്ച് ഞാൻ വീഡിയോസ് ഇട്ടായിരുന്നു. പിന്നെ ഇതുപോലെ തിരക്കായി പോയതുകൊണ്ട് നമുക്ക് വീഡിയോസ് പിന്നിടാനായിട്ട് പറ്റിയില്ല. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു യാത്രയുണ്ട്. അത് ബിജുവിൻ്റെ പെങ്ങളുടെ വീട് പാലുകാച്ചാണ് ബാംഗ്ലൂർ വെച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് പോകുന്ന കാരണം അപ്പം നമ്മൾ 26-ാം തീയതി പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിള്ളേർക്ക് അസുഖമൊന്നും ഇല്ലെങ്കിൽ അന്ന് പോകും. പിന്നെ 30-ാം തീയതി തിരിച്ചു വരാനാണ്. 30-ാം തീയതി ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ 29-നാണ് ചടങ്ങ്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് അവിടെ ഒന്ന് കറങ്ങാമെന്നുള്ള ഇതാണ്. എന്താവുമെന്ന് അറിയത്തില്ല. പിള്ളേരുടെ വയ്യായികയും അസുഖങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യാത്രയുണ്ട്. പിന്നെ അമ്മച്ചിക്ക് ഒരു കാറ്ററാക്റ്റിൻ്റെ ഒരു ഓപ്പറേഷൻ വരുന്നുണ്ട് ഇതിനിടയ്ക്ക് തന്നെ, ക്രിസ്മസിന് മുമ്പായിട്ട് തന്നെ. പിന്നെ 20-ആം തീയതിക്കും 24-ാം തീയതിക്കും മുമ്പ് കുറച്ച് ഓർഡേഴ്സ് കൊടുക്കാനുമുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ക്രിസ്മസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരുങ്ങാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താനോ ഒന്നുമില്ല. ആസ് യൂഷ്വൽ ഒരു നോർമൽ ദിവസം പോലെ തന്നെ ക്രിസ്മസ് പോകും. വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. അമ്മച്ചിക്കാണേലും ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് അവിടെയും അങ്ങനെ വലിയ ആഘോഷങ്ങളോ അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ തന്നെ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ പറ്റുന്നത് പോലെ ഞാൻ ഇടാം. ക്രാഫ്റ്റ് വീഡിയോസ് 1-2 എണ്ണമെങ്കിൽ എനിക്ക് ചെയ്യണമെന്നുണ്ട്. പിന്നെ അതിനൊക്കെ എത്രത്തോളം വ്യൂവേഴ്സ് കാണും എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇടയ്ക്ക് ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് എപ്പോഴും ഈ സംസാരിക്കുന്ന വ്ളോഗ്സ് തന്നെ ഇടുന്നത്, ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാത്തത് എന്താണെന്ന്. പറയാൻ എളുപ്പമാണ് ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്യുക. ഇപ്പം തയ്യലാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ആണെന്ന് വയ്ക്കുക. എന്ത് ചെയ്യാനാണെങ്കിലും നോർമലി അത് ചെയ്യുന്നതിൻ്റെ ഇരട്ടി സമയം എടുക്കും അത് വീഡിയോ എടുക്കണമെങ്കിൽ. ഇപ്പം ഞാൻ തയ്യൽ ചെയ്യുവാണെങ്കിൽ ഒരു 2 ദിവസം എടുത്ത് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു വർക്കൊക്കെ ഉള്ളൊരു ഫ്രോക്ക്, 2 അല്ലെങ്കിൽ 3 ദിവസം എടുക്കുന്ന ഫ്രോക്ക് ഞാനത് വീഡിയോ എടുത്ത് ചെയ്യാനാണെങ്കിൽ എങ്ങനെ വന്നാലും അതിൻ്റെ ഇരട്ടി ദിവസം എടുക്കും. ക്യാമറ പല ആംഗിളിൽ സെറ്റ് ചെയ്യണം. പിന്നെ അത് ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി തീർന്നു പോകും. അപ്പോൾ ബാറ്ററി റീചാർജ് ചെയ്യണം. പിന്നെ ബാറ്ററി ചാർജ് ആവുന്നവരെ ചിലപ്പം വെറുതെ ഇരിക്കേണ്ടി വരും. അങ്ങനെ സമയം ഒത്തിരി പോകും. ഇതെല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ വീണ്ടും സമയമെടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നോർമലി വെറുതെ യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ ഇടുന്ന വ്ളോഗ്സിൻ്റെ പകുതിയുടെ പകുതി വ്യൂസ് പോലും അതിനുണ്ടാവത്തില്ല. അപ്പം ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഫേർട്ട് ഇടുവാണെങ്കിൽ നമുക്ക് അതിന് കാഴ്ചക്കാർ വേണം, അല്ലെങ്കിൽ ഓഡിയൻസ് വേണം. അപ്പം ഓഡിയൻസ് ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് ഇടാനായിട്ട് ഒരു മടുപ്പ്, അല്ലെങ്കിൽ ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കണം. എനിക്ക് മാത്രം കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഞാനത് എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ അധികം ചെയ്യാണ്ടിരിക്കുന്നത്. അത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഈ വെറുതെ ബ്ലാ അടിക്കുന്ന വീഡിയോസ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ പറയുന്ന വീഡിയോസ് കാണാനായിട്ട് ആൾക്കാരുണ്ട്, അത്യാവശ്യം വ്യൂസും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലാണ് ആൾക്കാർ ഇൻട്രസ്റ്റഡ്. അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ റിപ്ലിക്കേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലത്തെ വള വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. കുട്ടി വ്ളോഗ്സ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിലും വീഡിയോ ക്യാമറ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് വാചാലായി പോവാണ്. അപ്പോൾ ഇനി കുഞ്ഞു വ്ളോഗ്സ് ചെയ്ത് നിങ്ങളെ അധികം മടുപ്പിക്കാതെ കൊച്ചു വീഡിയോസ് ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വെറുപ്പിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ പറഞ്ഞേ.
Bye. See you. See you. ഉമ്മ Mama. എവിടെ ഉമ്മ കൊണ്ട് Mama. ഉമ്മ ഓക്കെ ബൈ Bye.